വെൽക്കം ബാക്ക് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് ഹിബ ജാഫർ സ്റ്റോറീസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രാഫ്റ്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അൺബോക്സിങ് വീഡിയോ അങ്ങനത്തെയൊക്കെയല്ലേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. ലെറ്റ് ഇറ്റ് ബി ദ ലാസ്റ്റ് ടൈം ഞാൻ ഒരു വീഡിയോ കൂടി ക്രാഫ്റ്റ് വീഡിയോ അല്ലാതെ ക്രാഫ്റ്റ് സപ്ലൈസിൻ്റെ ഹോൾ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള ക്രാഫ്റ്റ് സപ്ലൈസിൻ്റെ അഭാവമാണ്. അതായത് എൻ്റെ അടുത്ത് ക്രാഫ്റ്റ് സപ്ലൈസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിൽ നിന്ന് വരുന്ന ആ പൂച്ചയുടെ ശബ്ദം ഉണ്ടല്ലോ, അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് വിട്ടേക്ക്. കാരണം ആ സൗണ്ട് നോക്കിയിട്ട് എനിക്ക് വീഡിയോക്ക് ഓഡിയോ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നൊന്നും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് ആ വോയിസ് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വോയിസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നൗ ലെറ്റ്സ് കം ടു ദ വീഡിയോ. എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ടൈറ്റിൽ മൈ ക്രാഫ്റ്റ് സപ്ലൈ ഹോൾ അല്ലെങ്കിൽ മൈ ക്രാഫ്റ്റ് സപ്ലൈ കളക്ഷൻ എന്നൊക്കെ പറയാം. ഇതിൽ മിക്കതും ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന് വേണ്ടി ഇപ്പോൾ ബൈ ചെയ്തതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇനിയും സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ട്. ആദ്യം ഞാൻ ഇത് വെച്ചിട്ടൊന്ന് എന്താ പറയുക പിക്ചർ വെച്ചോട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ വാങ്ങിയിട്ട് വീഡിയോസ് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ടേബിളിൽ ഇതുപോലെ വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. കാരണം കുറച്ച് ഡേയ്സ് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അപ്പോൾ അവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. സോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിടണമല്ലോ. വീഡിയോ ചെയ്തില്ലെങ്കിലും ക്ലീൻ ആക്കണം കേട്ടോ. ക്ലീനിങ് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ നിങ്ങൾ ബാക്കിലിരിക്കുന്ന ആ ഒരു ടൈം പീസിൻ്റെ ടൈം അധികം ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. അത് നിന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ എൻ്റെ അടുത്ത് ഒരു ടിഷ്യൂ ബോക്സ് ഉണ്ട്. ആ ബോക്സ് നമുക്ക് ഇനി വരും വീഡിയോകളിൽ നമുക്കൊരു സ്റ്റോറേജ് ബോക്സായിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസറായിട്ടൊക്കെ നമുക്കതിനെ മോഡിഫൈ ചെയ്ത് എടുക്കണം. അതിന് മുമ്പ് നമുക്ക് തൽക്കാലം ഇതുപോലത്തെ പെൻസിൽ പോലുള്ള അൽക്കുലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും സാധനങ്ങൾ അതിൽ കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോൻ്റെ എൻഡ് എത്തുമ്പോൾ മനസ്സിലായിക്കോളും. പിന്നെ ഈ ഒരു സിസേഴ്സ് ഇത് ഞാൻ മുമ്പ്, അതായത് കുറേ മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യാം. ഇതിൻ്റെ യൂസസും ഇത് ഏത് റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, ഏറ്റവും കുറവുള്ളത് ഏതാണോ അത് ഞാൻ ലിങ്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. പറ്റിയാൽ ഈ വീഡിയോക്ക് താഴെ തന്നെ ഞാൻ ലിങ്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല സിസേഴ്സാണ്. നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ബോർഡേഴ്സ് എഴുതാൻ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഷേപ്സിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന, സൈഡ് വൈസ് ഒരുപാട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിസർ സെറ്റ് തന്നെയാണിത്. ഇതും നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഫില്ല് ചെയ്യാൻ നോക്കാം. ആക്ച്വലി അതൊരു ബാഡ് ഐഡിയ ആയിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഓർഗനൈസേഴ്സിൻ്റെ അഭാവം മൂലം നമുക്കത് എങ്ങനെയെങ്കിലും ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് അവിടെ വെക്കുന്നത്. ഈ ഒരു ബ്രഷ് എനിക്ക് ഒരു വാട്ടർ കളർ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. അത് അത്ര ക്വാളിറ്റി ഇല്ല, പക്ഷേ യൂസ് ആയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ദെൻ ഞാൻ ഇതുപോലെ ഒരു 6 പീസിൻ്റെ 1 പീസ് മിസ്സിങ് ആണ്. ഒരു 6 പീസിൻ്റെ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഒരേ ബ്രഷായിരുന്നു. അതും നമുക്ക് അതിൽ തന്നെ വെക്കാം. ഞാൻ ഇത് എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങാം, ഒരു ഓർഗനൈസർ വാങ്ങാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇടയിൽ ഫെവിക്കോളാണ് കാണിച്ചത്, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ടല്ലോ. പിന്നെ സൗണ്ട് ഇപ്പം നിന്നു, പക്ഷെ വീഡിയോയിൽ നിങ്ങൾക്ക് ആ കൈകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ ഒരു കളർ പെൻസിൽ ആളുടെ ആണ്. അവൾ അതും കൊണ്ട് ക്രിയേറ്റീവായ ആളായി മാറുകയാണ് എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ കളർ. ഇതൊക്കെ നമ്മൾ ചെറുതാവുന്ന സമയത്ത് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഐറ്റമാണ്. വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലും തട്ടിക്കൂട്ടൽ ക്രാഫ്റ്റുകൾ വേണ്ടി വന്നാൽ അപ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങി വെച്ചതായിരുന്നു. അപ്പോൾ ഇത് ഒരാളുടെ കയ്യിൽ കിട്ടാതെ സേഫായി വെക്കുക എന്നുള്ളത് എനിക്കൊരു ടാസ്ക് ആയിരുന്നു. അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ്. പിന്നെ വാങ്ങിയത് ഇതുപോലത്തെ തെർമാക്കോൾ ബോൾസ് ആണ്. ഇതുകൊണ്ട് എന്താ ക്രാഫ്റ്റ് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് പോയി വാങ്ങാൻ അത്രയ്ക്ക് ആക്സസ് ഇല്ല. അപ്പം അതുകൊണ്ട്
ഒരു ധൈര്യത്തിന് അല്ലെങ്കിൽ ഒരു ബാക്കപ്പിന് വാങ്ങി വെച്ചതായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഐസ്ക്രീം സ്റ്റിക്സ്, ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റുകൾ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സും, അത്ര തിക്കൊന്നുമല്ല, ഇത്തിരി ക്വാളിറ്റി കുറവ് എനിക്ക് ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ കണ്ടു. നമുക്കിതിനേക്കാൾ ക്വാളിറ്റി ഉള്ളത് ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ ടാഗ് ചെയ്യാം, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഉപകാരപ്പെടുമല്ലോ. പിന്നെ ഇത് ഒരു ക്ലേ ആണ്, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നീട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഷോർട്ട് വീഡിയോ ആയിട്ട്. ഇത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അക്രലിക് കളേഴ്സാണ്, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 2 കളേഴ്സ് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടെ എനിക്ക് വൈറ്റ് കൂടെ വേണമായിരുന്നു, പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് ആ ക്രാഫ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ ഞാനിങ്ങനെ സ്മാർട്ട് ബസാർ പോലെയൊക്കെ പോയപ്പോൾ അവിടെ ഇതുപോലെ കണ്ടു. 100 റുപ്പീസായിരുന്നു ഈ 6 എണ്ണത്തിന് സെറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഏതെങ്കിലും ഷോപ്സിൽ പോയിട്ട് നിങ്ങൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, പോകുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇതിനു വേണ്ടി പോകുന്നത് മണ്ടത്തരമാണ്. അങ്ങനെയാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതാണ് എളുപ്പം. അപ്പോൾ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ കളേഴ്സൊക്കെ കാണുന്നുണ്ട്. ബ്ലൂ, ഗ്രീൻ, റെഡ് മീൻസ് ക്രിംസൺ റെഡ്, പിന്നെ ബ്ലാക്ക്, വൈറ്റ്, ഒരു ലെമൺ ഗ്രീൻ, അങ്ങനത്തെ കളേഴ്സാണ് ഇതിൽ. ലെമൺ യെല്ലോ അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ വൈറ്റും കിട്ടി. പ്ലസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഡീപ്പ് ഗ്രീനും ക്രിംസണുമാണ്. ക്രിംസൺ ആ റെഡ് കളർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. സോ അത്രയും അക്രിലിക് കളേഴ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ ഞാൻ ഇതുപോലത്തെ സോഫ്റ്റ് ടിഷ്യൂസ് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അതല്ലാതെ ഞാൻ ഇതുപോലത്തെ നമ്മൾ ഈ ഫുഡിനൊക്കെ തരില്ലേ നമുക്ക്, അങ്ങനത്തെ ടിഷ്യൂസ്, ഇതിനിപ്പോൾ സെപ്പറേറ്റ് നെയിംസ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. സോ ആ ടിഷ്യൂ ഞാനൊരു ചെറിയ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് A4 ഷീറ്റിൻ്റെ ബണ്ടിലാണ്. ഇത് ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ്റെ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ അതിൽ ഒരുപാടായിപ്പോയി. എനിക്കതിൻ്റെ യൂസസ് ഉണ്ട്, അപ്പോൾ ഞാനത് എടുത്തു വെച്ചു. പിന്നെ നമുക്ക് ക്രാഫ്റ്റിന് വേണമല്ലോ. പിന്നെ ഈ ഒരു ജേർണലിംഗ് സെറ്റ് ഞാൻ പണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ, ജേർണലിംഗ് ബുക്കും അതിൻ്റെ ഫുൾ സെറ്റുമായിട്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കെയർലെസ് ആയിട്ട് എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടിപ്പൊടിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ഫുൾ സെറ്റ് അതിലുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചൊരു ഐറ്റമാണ്. ഇതാണ് നമ്മുടെ പെയിൻറ്റ് മിക്സിങ് പാലറ്റ്. ഇതിൽ പ്ലേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, പാലറ്റാണ്. ഒരു നൈസായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും അല്ല, എന്തായാലും ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പം നമുക്കിതുപോലെ 2 കളേഴ്സൊക്കെ മിക്സ് ചെയ്യണമെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ കളർ മിക്സിംഗ് ആണ് നമുക്ക് ഈ പേസ്റ്റൽ കളേഴ്സൊക്കെ കിട്ടാനുള്ള എളുപ്പ വഴി. അപ്പോൾ നമുക്ക് ഈ ഒരു പാലറ്റ് എന്തായാലും ആവശ്യം വരും കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. 31 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അഫോർഡബിളായി തോന്നി. 31 അത്ര അഫോർഡബിൾ ആണോ ചോദിച്ചാൽ ഇതുപോലത്തെ ഒരു സാധനത്തിന് അഫോർഡബിൾ ആണ്. അപ്പോൾ അതും വാങ്ങി നമ്മൾ. പിന്നെ വാങ്ങിയത് ഈ ഒരു പേപ്പർ കട്ടറാണ്. ഇത് ഞാൻ കുറേ ആയി വാങ്ങിയിട്ട് 20 റുപ്പീസ് വാങ്ങിയതേ വരുന്നുള്ളൂ. ഇത് ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ട്. ഞാൻ ഈ ഒരു ടിഷ്യൂ തുറന്നിട്ടില്ല, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് തുറക്കാമെന്ന് പറഞ്ഞിട്ട് അറ്റത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഭയങ്കര ഷാർപ്പാണ്. എൻ്റെ ഈ അടുത്ത ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം, ഞാൻ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ബ്ലേഡാണത്, ഒരു കട്ടറാണ്. ദെൻ ഈ ഒരു സ്റ്റിക്കർ, ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ ക്രാഫ്റ്റ് പർപ്പസ് പിന്നെ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. നല്ല സ്റ്റിക്കറാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല സ്റ്റിക്കേഴ്സ് കിട്ടും. ഇതിൽ ഒരേ കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് പല കളേഴ്സിൽ. പിന്നെ ഫുഡുണ്ട്, ചിലതൊന്നും എനിക്ക് ഇങ്ങനെ വിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഓവറോൾ ഒരു നല്ല, ഞാൻ 100 റുപ്പീസിനാണ് വാങ്ങിച്ചത്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങുമ്പോൾ 100 റുപ്പീസും പിന്നെ ഒരു 4 പ്ലാറ്റ്ഫോം ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് 104 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിയിട്ടുള്ളത്. സോ അതിന് ഇത് വേർത്താണെന്ന് എനിക്ക് തോന്നി. ഏതെങ്കിലും 1-2 സ്റ്റിക്കേഴ്സിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുത്തതിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. താൽക്കാലികമായിട്ട് എടുത്ത സ്റ്റിക്കേഴ്സൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ്. പിന്നെ ഇത് എൻ്റെ അടുത്ത് മുമ്പുണ്ടായിരുന്ന ബുക്കാണ്. ഇതൊരു ഫാബർ കാസിലിൻ്റെ ഒരു കളറിങ് ബുക്കാണ്. പെയിൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡ്രോയിങ് ബുക്ക് എന്ന് പറയാം, ഡ്രോയിങ് ബുക്കാണ്. അപ്പോൾ കളറിങ് ബുക്കല്ല കേട്ടോ, ഡ്രോയിങ് ബുക്കാണ്. ഇതും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, കാരണം കളർ ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല, ഡ്രോ ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല. ഇനി യൂസ് ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ ഇതുപോലത്തെ കുറച്ച് അല്ലറ ചില്ലറ അൽക്കൊലത്തെ സാധനങ്ങളുണ്ട്. അതായത് പേപ്പർ ക്ലിപ്സ്, പേപ്പർ പിന്ന്, ടേപ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അതൊക്കെ പിന്നെ ഞാൻ സ്പെഷ്യലി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എൻ്റെ അടുത്ത്
ഓൾറെഡി ഉള്ളതാണ്. ഞാൻ പിന്നെ ചില സാധനങ്ങൾ വീഡിയോക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതുണ്ട് എന്നല്ലാതെ ബാക്കിയൊക്കെ നമ്മുടെ അടുത്ത് ജനറലായിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഉള്ള പ്രത്യക്ഷത്തിൽ നമ്മുടെ കയ്യിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങാം. നിങ്ങളോരോ ഐഡിയാസ് ഇങ്ങനെ എനിക്ക് കമൻറ്റ് ചെയ്യൂ, ഇന്ന വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ ഞാൻ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് ഈ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇനിയും ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും പല പ്രോഡക്ട്സും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇനി ഞാൻ 1 by 1 ആയിട്ട് അൺബോക്സിങ് വീഡിയോ പോലെ ഷോർട്ട് വീഡിയോസായിട്ട് ഇടാം. അപ്പോൾ അങ്ങനെ കാണാമല്ലോ. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, പക്ഷേ പറയാൻ പറ്റിയില്ല. ഇപ്പോൾ പറയുന്നു, ഞാനൊരു ഗിവ് അവേ വീഡിയോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. എൻ്റെ വീഡിയോസിൽ ഇതിന് മുന്നത്തെ വീഡിയോ അത് ഗിവ് അവേ വീഡിയോ ആണ്. 2000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആവുമ്പോഴേ ഞാനതിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതുവരെ എൻ്റെ ഫോളോവേഴ്സ് എടുത്ത് നോക്കിയാൽ കാണാം, സബ്സ്ക്രൈബേഴ്സ് 2000 ആയിട്ടില്ലെങ്കിൽ അത് ഇപ്പോഴും ഓൺ ആണ് എന്നർത്ഥം. സോ ഓൺ ആണെങ്കിൽ ഡു പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ മറക്കണ്ട, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ അനുസരിച്ച് ഞാൻ കൂടുതൽ ഗിവ് അവേ വീഡിയോസ് ഇടാൻ ശ്രമിക്കും. പിന്നെ എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചെറിയ ഗിവ് അവേസും വലിയ ഹ്യൂജ് ഗിവ് അവേസും ഒക്കെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിനെ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ ഫുൾ വീഡിയോ കാണുന്നുണ്ട് നിങ്ങളെങ്കിൽ ലാസ്റ്റ് ഫുൾ വീഡിയോ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേ എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടു എന്നുള്ളത്. സോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അവർക്ക് ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിലോ നിങ്ങൾക്ക് ഷെയർ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാമല്ലോ, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.